നമസ്കാരം. ദൃശ്യം 3 മലയാള സിനിമയിൽ പുതിയൊരു ചരിത്രം കൂടി കുറച്ചതായാണ് റിപ്പോർട്ടുകൾ. ഒരു കൊലപാതകം ചെയ്ത് അത് ഒളിപ്പിച്ചു വെച്ച് ജോർജ് കുട്ടിയും കുടുംബവും അവിടെ നിൽക്കുന്നു. അതിനെ മറികടക്കാൻ ജീവിതം മുഴുവൻ ഓട്ടം. ഇതിപ്പോൾ മൂന്നാം ഭാഗമെത്തുമ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ആശങ്കകൾ അസ്തമിച്ചു. ദൃശ്യം 3യുമായി ബന്ധപ്പെട്ട പല ചർച്ചകളും അനുകൂലമായും പ്രതികൂലമായും വിവാദാത്മകമായും ഒക്കെ വരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ദൃശ്യവുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തേത് ദൃശ്യം മറികടന്ന 100 കോടിയുടെ കാര്യം. 2013 ഒന്നാം ദൃശ്യം തിയേറ്ററിലെത്തിയതിലൂടെ മലയാളത്തിലെ ആദ്യത്തെ 50 കോടി സിനിമ ഉണ്ടായി. പിന്നീട് പുലിമുരുകൻ വരും വരെ മലയാള വാണിജ്യ സിനിമയിലെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ സിനിമ എന്ന റെക്കോർഡ് നിലനിർത്തി. രണ്ടാം ദൃശ്യം OTT വഴിയാണ് എത്തിയതെങ്കിലും മൂന്നാം ദൃശ്യത്തിലൂടെ ഒരിക്കൽ കൂടി തിയേറ്റർ മാറ്റുരച്ചു നോക്കാൻ പറ്റി. റിലീസ് ചെയ്ത് വെറും 58 മണിക്കൂർ കൊണ്ട് 100 കോടി ആഗോള കളക്ഷൻ സ്വന്തമാക്കി എന്നാണ് അണിയറ പ്രവർത്തകർ പ്രഖ്യാപിച്ചത്. അതും ഒരു റെക്കോർഡാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. 100 കോടി നേടി എന്ന പ്രഖ്യാപനം നടത്തിക്കൊണ്ട് മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഒരു കുറിപ്പും പങ്കുവച്ചിട്ടുണ്ട്. 13 വർഷമായി ഈ യാത്ര ഞങ്ങളോടൊപ്പം നയിച്ചതിന് നന്ദി. ഈ കഥയിലുള്ള നിങ്ങളുടെ സ്നേഹവും പിന്തുണയും വിശ്വാസവും എല്ലാ ദിവസവും ഞങ്ങളെ വിനയാന്വിതരാക്കുന്നു എന്നാണ് മോഹൻലാൽ കുറിച്ചത്. മലയാള സിനിമ 2026 വാണിജ്യ വിജയങ്ങളിൽ മികവ് തുടരുകയാണ്. ഇന്ത്യൻ സിനിമകളിൽ മികച്ച നിലവാരത്തിൽ മുന്നോട്ട് പോവുകയും അതേസമയം വാണിജ്യ വിജയങ്ങളിലും മികവ് പ്രകടിപ്പിക്കുകയും ചെയ്യുക എന്ന സമീപ വർഷങ്ങളുടെ തുടർച്ച 2026 കാണിക്കും എന്നാണ് വിലയിരുത്തൽ. ഇതേ സമയം തന്നെ ഓരോ ആഴ്ചയിലും എത്തുന്ന 80% സിനിമകൾ തിയേറ്ററിൽ വൻ ദുരന്തമായി മാറുന്നുണ്ട് എന്ന വസ്തുതയുമുണ്ട്. എന്നാൽ 2026 5 മാസം കഴിയുമ്പോൾ തന്നെ 3 100 കോടി പടങ്ങൾ ഉണ്ടായി എന്നതും അതിൽ 2 വമ്പൻ താരങ്ങളുടെ സിനിമയല്ല എന്നതും കൗതുകകരമാണ്. ഈ വർഷത്തെ മികച്ച കളക്ഷൻ നേടിയ സിനിമകളുടെ പട്ടിക നോക്കാം. ഒന്നാമത് വാഴ 2 ആണ്. 234.46 കോടിയാണ് ആകെ നേടിയ ആഗോള കളക്ഷൻ. രണ്ടാമത് ആട് 3 120 കോടി കളക്ഷൻ നേടി. വാഴ പുതുമുഖങ്ങളുടെ നിരയാണ് മുന്നോട്ട് വെച്ചത്. ആട് 3 ജയസൂര്യയാണ് വന്നത്. എന്നാൽ മോഹൻലാൽ നായകനായി മൂന്നാമത്തെ ദൃശ്യം പാർട്ട് 3 വന്നു. ദൃശ്യം ഇങ്ങനെയെല്ലാം 100 കോടിയിലേക്ക് മറികടന്നു. ഇനി അതിനും മുന്നിലേക്ക് ഈ കഴിഞ്ഞ 2 സിനിമകളെയും മറികടക്കാനുള്ള സാധ്യതയും കൽപ്പിക്കുന്നുണ്ട്. ഈ 3 100 കോടി പടങ്ങൾക്ക് പുറമെ പാട്രിയറ്റ് ആണ് 4ാമതായി മികച്ച കളക്ഷൻ നേടിയ സിനിമ. മലയാള സിനിമയിലെ വമ്പൻ കളക്ഷൻ നേടുന്ന സിനിമയായി പലരും വിധി കൽപ്പിച്ചിരുന്നെങ്കിലും മമ്മൂട്ടിയും മോഹൻലാലും എല്ലാവരും ഒരുങ്ങിയ സിനിമ പക്ഷേ മികച്ച സിനിമ എന്നുള്ള അഭിപ്രായം നേടിയെങ്കിലും 100 കോടി മറികടന്നില്ല. 82 കോടിയാണ് നേടിയത്. അതിൻ്റെ പിന്നാലെ മോഹിനിയാട്ടം 52 കോടി നേടി. ഇപ്പോഴും തിയേറ്ററിലുള്ള അതിരടി 49 കോടിയും ചത്തപ്പച്ച 35 കോടിയും പ്രകമ്പനം 23 കോടിയും നേടിയെന്നാണ് കണക്കുകൾ. പള്ളിച്ചട്ടമ്പി 13 കോടിയും നേടി. പൊതുവെ പ്രേക്ഷകർ ഏറെ ഉണ്ടായിരുന്ന പല സിനിമകളും അത് ആ പ്രതീക്ഷകളെ നിലനിർത്തി മുന്നോട്ട് പോയില്ല. പള്ളിച്ചട്ടമ്പി പോലുള്ള സിനിമകൾക്ക് സംഭവിച്ചതും അതാണ്. എന്നാൽ മോഹിനിയാട്ടം മുതൽ വാഴ വരെയുള്ള സിനിമകൾ പ്രകമ്പനം സൃഷ്ടിച്ചതും കാണാം. അവിടേക്കാണ് ഈ 10 കോടിക്ക് മുകളിലുള്ള സിനിമകളുടെ കണക്കാണ്. 9 സിനിമകളാണ് നമ്മൾ പേര് നോക്കിയത്. അവിടേക്കാണ് ജിത്തു ജോസഫിൻ്റെ മുൻനിര സിനിമകൾ, അദ്ദേഹത്തിൻ്റെ നിരവധി സിനിമകൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ ഒടുവിലെത്തിയ 2 സിനിമകളും ആ പ്രതീക്ഷകളെ നിലനിർത്തിയില്ല. വലിയ ദുരന്തമായി. അതിൻ്റെ തുടർച്ചയായി ദൃശ്യം 3 വരുമ്പോൾ ആ പ്രതീക്ഷ നിലനിർത്തുമോ, മുൻകാലങ്ങളിലേതുപോലെ തുടരുമോ എന്നുള്ള ആശങ്കയോടുകൂടി വന്നത്. ജോർജ് കുട്ടിയിലേക്ക് എത്തുമ്പോൾ ജിത്തുവിൻ്റെ തൂലിക മാജിക്ക് കാണിക്കുമെന്ന് പലരും പറയാറുണ്ട്. അത് തിയേറ്ററിൽ പ്രതികരണങ്ങളായി മാറി എന്ന് വേണം കരുതാൻ. ഇതേസമയം ദൃശ്യം മുന്നോട്ട് വെക്കുന്ന നീതിയും നിയമവും തമ്മിലുള്ള സംഘർഷം പലതട്ടിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഈ വീഡിയോയിൽ അവസാനമായി നമുക്ക് അതുകൂടി നോക്കണം. നിയമപ്രകാരം ജോർജ് കുട്ടിയും കുടുംബവും കൊലപാതകത്തിന് വിചാരണ നേരിടേണ്ടവരാണ്. ഇതേസമയം 2 സ്ത്രീകൾക്കെതിരെ അതിക്രമത്തിനായി ഉയർന്ന കൈകളെ പ്രതിരോധിക്കുമ്പോൾ സംഭവിച്ച കയ്യബദ്ധം എന്ന നിലയിൽ ആ കുടുംബം നീതി അർഹിക്കുന്നും ഉണ്ട്. ഇതാണ് രണ്ടാമത്തെ വാദം. മുൻകാല അനുഭവങ്ങൾ നോക്കിയാൽ ഒരുപക്ഷെ നമ്മുടെ സിനിമകളുടെ ഒരു ട്രാക്ക്, അതിൻ്റെ ഒരു ആൾക്കൂട്ട ബോധം എപ്പോഴും ഏകപക്ഷീയമായി ഈ നറേറ്റീവിനൊപ്പമാണ് നിൽക്കാറുള്ളത്. രണ്ടാമത്തെ നറേറ്റീവിനൊപ്പം. എന്നാൽ ജിത്തു ജോസഫ് 2ഉം 3ഉം ഭാഗങ്ങളിൽ ചെയ്ത കുറ്റകൃത്യത്തെക്കുറിച്ച് ബോധ്യമുള്ള ജോർജ് കുട്ടിയുടെ കഥാപാത്രത്തിൻ്റെ അവതരണവും അതിനെ പിന്തുടരുന്ന സാമൂഹ്യ ചുറ്റുപാടുകളെയും നിരന്തരം നമുക്ക് മുന്നിലേക്ക് കാണിച്ചു തന്നുകൊണ്ടിരുന്നു. ആ നിലയ്ക്ക് ആ കുറ്റകൃത്യം ജോർജ് കുട്ടിക്ക് കൊലപാതകത്തെക്കാൾ വലിയ ഭാരമായി മാറുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. ഈ പ്രശ്നത്തെ, സങ്കീർണമായ ഈ പ്രശ്നത്തെ ലളിതമായി പരിശോധിക്കുന്ന ഒരു കുറിപ്പ്, ഒരു നിരീക്ഷണം ഡോക്ടർ മനോജ് വെള്ളനാട് മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുകൂടി ഞാൻ വായിക്കാം. അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം പ്രധാനമായി നമ്മളെ ഒരു ചിന്തയിലേക്ക്, പുതിയ കാഴ്ചപ്പാടിലേക്ക് നയിക്കും. മനോജ് വെള്ളനാട് എഴുതുന്നത് ഇങ്ങനെയാണ്: ഒരു വ്യക്തി ദീർഘനാൾ താൻ ചെയ്ത ക്രൈം പുറത്തറിയാതെ ഉള്ളിലൊതുക്കുമ്പോൾ അയാൾ അനുഭവിക്കുന്ന മാനസികാവസ്ഥ തികച്ചും സങ്കീർണവും ഭയാനകവുമായിരിക്കും. പുറമേ ശാന്തനെന്ന് തോന്നിക്കുമ്പോഴും ഉള്ളിൽ നിരന്തരം പുകയുന്ന ഒരു അഗ്നിപർവ്വതത്തെ പോലെയാണത്.
ദൃശ്യത്തിലെ ജോർജ് കുട്ടിയുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഈ അവസ്ഥയെ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ട് 5 പോയിന്റ് അദ്ദേഹം പറയുന്നുണ്ട്. ഒന്ന്, വിട്ടുമാറാത്ത ഭീതിയും ജാഗ്രതയും. തൻ്റെ രഹസ്യം എപ്പോൾ വേണമെങ്കിലും പുറത്താകാമെന്ന ഭയം എപ്പോഴും വേട്ടയാടും. ചുറ്റുമുള്ള എല്ലാ ചലനങ്ങളെയും അവർ സംശയത്തോടെ നോക്കും. ജോർജ് കുട്ടിക്ക് വീടിന് മുന്നിലൂടെ ഒരു പോലീസ് വണ്ടി പോകുമ്പോഴോ ആരെങ്കിലും അസാധാരണമായി തന്നെ നോക്കുമ്പോഴോ പഴയ കേസ് എന്തായി എന്ന് ചോദിക്കുമ്പോഴോ ഉള്ളിൽ ഭയം മിന്നും. അയാൾ എപ്പോഴും അതീവ ജാഗ്രതയിലായിരിക്കും. ഫോൺ കോളുകൾ വരുമ്പോഴും പരിചയമില്ലാത്തവർ സംസാരിക്കാൻ വരുമ്പോഴും അയാൾ സ്വയം ഒരു പ്രതിരോധ കോട്ട തീർക്കും. രണ്ടാമത്തേത് പാപബോധവും ശിക്ഷാഭയവുമാണ്. നിയമത്തിൻ്റെ മുന്നിൽ പിടിക്കപ്പെടുമോ എന്ന ഭയത്തേക്കാൾ വലിയതായിരിക്കാം താൻ ചെയ്ത തെറ്റിനെക്കുറിച്ചുള്ള പാപഭാരം. കാരണം അയാൾ ഒരു ക്രിമിനൽ അല്ല. ഇത് ഉറക്കമില്ലായ്മയിലേക്കും കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്കും നയിക്കും. ജോർജ് കുട്ടി ചെയ്തത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. എങ്കിലും ഒരു കൊലപാതകം മറച്ചുവെച്ചു എന്ന സത്യം അയാളുടെ ഉപബോധ മനസ്സിനെ നിരന്തരം അസ്വസ്ഥമാക്കും. സിനിമയുടെ 2ാം ഭാഗത്തിലും അത് വ്യക്തമാണ്. എപ്പോഴും ഒരുതരം വിഷാദഭാവം പുലർത്തുന്നതും മിക്കപ്പോഴും ആബ്സെൻറ്റ് മൈൻഡഡായി പോകുന്നതുമൊക്കെ ഇതിൻ്റെ ഭാഗമാകാം. അത് 3ാം ഭാഗത്തിൽ കൃത്യമായി കാണിച്ചിട്ടുണ്ട്. മൂന്നാമത്തേത് ഇരട്ട ജീവിതം നയിക്കേണ്ടി വരുന്നതിൻ്റെ ആയാസമാണ്. സമൂഹത്തിന് മുന്നിൽ തികച്ചും സാധാരണക്കാരനായ മാതൃകാപരമായ ഒരു ജീവിതം നയിക്കുമ്പോഴും ഉള്ളിൽ താനൊരു കുറ്റവാളിയാണ് എന്ന തിരിച്ചറിവ് ഒരു വൈരുദ്ധ്യമാണ്. യഥാർത്ഥ വ്യക്തിത്വത്തെ മറച്ചുവെച്ച് അഭിനയിക്കേണ്ടി വരുന്നത് കടുത്ത മാനസിക ക്ഷീണമുണ്ടാക്കും. നാട്ടുകാർക്ക് അയാൾ എപ്പോഴും സിനിമയെയും കുടുംബത്തെയും സ്നേഹിക്കുന്ന കഠിനാധ്വാനിയായ ജോർജ് കുട്ടിയാണ്. എന്നാൽ ഈ മുഖംമൂടിക്ക് പിന്നിൽ പിടിക്കപ്പെട്ടാൽ തൻ്റെ കുടുംബം ശിഥിലമാകും എന്ന് ഭയപ്പെടുന്ന, പോലീസിൻ്റെ നീക്കങ്ങൾ അതീവ ജാഗ്രതയോടെ നിരീക്ഷിക്കുന്ന മറ്റൊരു ജോർജ് കുട്ടിയുണ്ട്. ഈ ഇരട്ട ജീവിതം അയാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായും ഇല്ലാതാക്കും. നാലാമത്തേത് ഏകാന്തതയും ആശയവിനിമയം ഇല്ലായ്മയുമാണ്. ഉള്ളിലെ ഭയം ആരോടും തുറന്നു പറയാൻ കഴിയില്ല. ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ പോലും പങ്കുവെക്കാൻ പറ്റാത്തതുകൊണ്ട് കടുത്ത ഏകാന്തത അനുഭവിക്കേണ്ടി വരുന്നു. പങ്കുവച്ചാൽ അത് തനിക്കെതിരെയുള്ള തെളിവായി മാറിയേക്കാം എന്ന ഭയമാണ് കാരണം. ഭാര്യയ്ക്കും മക്കൾക്കും സത്യമറിയാമെങ്കിലും അവരുമായി പോലും ഈ വിഷയം സംസാരിക്കാൻ മുതിരില്ല. കാരണം ആ ചർച്ചകൾ അവരിൽ കൂടുതൽ ഭയമുണ്ടാക്കുമെന്ന് അയാൾക്കറിയാം. താൻ കെട്ടിപ്പടുത്ത തന്ത്രങ്ങളുടെയും രഹസ്യങ്ങളുടെയും ലോകത്ത് ജോർജ് കുട്ടി തികച്ചും ഒറ്റയ്ക്കാണ്. അഞ്ചാമത്തേത് ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വം. ഇനി എത്ര കാലം ഇങ്ങനെ സുരക്ഷിതമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന ചോദ്യം ഇവരെ നിരന്തരം വേട്ടയാടും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരു സന്തോഷവും പൂർണ്ണമായി ആസ്വദിക്കാനാവില്ല. ഒരു സിനിമ നിർമ്മിക്കുമ്പോഴോ ബിസിനസ് മുന്നോട്ട് പോകുമ്പോഴോ പോലും ജോർജ് കുട്ടിക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല. ഏത് നിമിഷവും ഭൂമി പിളർന്ന് സത്യം പുറത്തു വരാം എന്ന് അയാൾ ഭയപ്പെടും. പുറമേക്ക് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്നു എന്ന് തോന്നുമ്പോഴും നിയമത്തിൻ്റെ പിടിയിൽ നിന്ന് മാത്രമല്ല ചുറ്റുമുള്ള മനുഷ്യരിൽ നിന്നും രക്ഷപ്പെടാൻ എടുക്കുന്ന ഓരോ മുൻകരുതലുകളും അയാളെ സ്വന്തം മനസ്സിൻ്റെ തടവുകാരനാക്കി മാറ്റുന്നു. കഴിഞ്ഞ 12 വർഷമായി പോലീസിൻ്റെ ജയിലിൽ അല്ലെങ്കിലും ജോർജ് കുട്ടി ഭയത്തിൻ്റെയും ജാഗ്രതയുടെയും സ്വന്തം ജയിലിലാണ് ജീവിക്കുന്നത്. അയാൾക്ക് തീർച്ചയായും ചികിത്സ വേണം. ആ ജോർജ് കുട്ടിയാണ് വർഷങ്ങളായി ആ മാനസികാവസ്ഥയിലൂടെ ഓരോ സെക്കൻഡും ജീവിക്കുകയും എന്നാൽ തളരാൻ വയ്യ എന്ന് നിരന്തരം പറയുകയും ചെയ്യുന്ന ജോർജ് കുട്ടിയാണ് ഈ ദൃശ്യം 3യിൽ ഞാൻ കണ്ടത് എന്നാണ് മനോജ് വെള്ളനാട് പറയുന്നത്. എന്തായാലും 2026 പകുതിയിലേക്ക് കടക്കുമ്പം ദൃശ്യം 3 നമ്മുടെ മുന്നിലേക്ക് അങ്ങനെ ഒരു കാര്യം കൂടി വെക്കുന്നുണ്ട്. ഒരു കുറ്റകൃത്യം അത് എന്ത് നീതിക്ക് വേണ്ടിയായാലും ചെയ്തു കഴിഞ്ഞാൽ അതിന് ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ഒരു സാമൂഹ്യ ചുറ്റുപാടിൽ ജീവിക്കുമ്പം അതിന് തുടർച്ചയായ പ്രതികരണം, ആ രാജ്യത്തിൻ്റെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രതികരണം നേരിട്ട് മുന്നോട്ട് പോവുക എന്നതാണ് ഏറ്റവും പ്രാഥമികമായ കാര്യം. അല്ലാതെ പോകുമ്പോൾ അതിലും കൂടിയ ശിക്ഷ നമ്മൾ സ്വയം നേരിടേണ്ടി വരും എന്നുള്ളതാണ് മുന്നോട്ട് വെക്കുന്ന കാര്യം ദൃശ്യം 3. എന്തായാലും ഈ ഘട്ടത്തിൽ വാണിജ്യ സിനിമയ്ക്ക് ദൃശ്യം 3യുടെ ഈ മുന്നോട്ട് പോക്ക് ഒരു പുതിയ പ്രതീക്ഷ സമ്മാനിക്കുന്നുണ്ട്. നിർമ്മാതാക്കൾ കണക്ക് പുറത്തു വിട്ടുകൊണ്ട് മലയാള സിനിമയാകെ പൊട്ടിപ്പാളീസായിരിക്കുന്ന നറേറ്റീവ് സംഭവിച്ചപ്പോഴാണ് ഇങ്ങോട്ടേക്കുള്ള നിക്ഷേപകർ പിൻവലിയുന്നതായ പരാതികൾ കൂടി വന്നത്. കഴിഞ്ഞ വർഷം അവസാനം അത് വലിയ പ്രതിസന്ധിയാവുകയും മുൻനിര താരങ്ങളുടെ സിനിമകൾ പോലും ഉപേക്ഷിക്കുകയും ചെയ്ത വാർത്തകൾ നമ്മൾ കേട്ടതാണ്. എന്നാൽ നിർമ്മാതാക്കളുടെ സംഘടന ഒടുവിൽ അതിൽ നിന്ന് പിന്മാറി. പുതിയ സാഹചര്യത്തിൽ അതിൽ മാറ്റം വന്നുവോ എന്നും നിർണായകമാണ്. ദൃശ്യം 3 കൂടി വന്നതോടെ മലയാള സിനിമ ഇനിയും ഉണർന്ന് മുന്നോട്ട് പോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം.